ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലേ ബട്ടൺ അൺബോക്സിങ്ങിൽ ഒരുപാട് നല്ല കമൻസ് കിട്ടി. എനിക്ക് നല്ല സന്തോഷമായി ഇത് വായിച്ചപ്പോൾ കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നരച്ച മുടി നമുക്ക് കറുപ്പിക്കാനായിട്ടുള്ള ഡൈ ഉണ്ടാക്കുന്നതാണ്, ആയുർവേദ ഡൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഡൈ, അതായത് ഇത് ചെയ്യുമ്പോൾ കറുപ്പ് കളർ കിട്ടില്ല. നമ്മളിത് നമ്മുടെ ഹെയറിലൊന്ന് പിടിക്കണം. അതായത് നമുക്ക് അങ്ങനെ പിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരു 4-5 പ്രാവശ്യം അത് ആഴ്ചയിൽ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം, ആ ഒരു ഡൈയുടെ ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് ഒരു 2 ആഴ്ച നമ്മൾ 4-5 പ്രാവശ്യം ചെയ്തിട്ട് ഒരു 2 ആഴ്ചക്ക് ശേഷം നമുക്ക് നമ്മുടെ ഹെയറിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കളർ ചേഞ്ച് നന്നായിട്ട് വരും. പിന്നെ നമ്മളിങ്ങനെ 4-5 പ്രാവശ്യം ചെയ്യേണ്ട കാര്യമില്ല. ഒരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലോടി വരും. അപ്പൊ അതും കൂടി എനേബിൾ ചെയ്യണം. എന്നാലാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ ഫോണിന് നോട്ടിഫിക്കേഷൻ കിട്ടാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡൈ തയ്യാറാക്കാൻ നോക്കാം. നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത്, നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്, വെമ്പാട എന്ന് പറയും. വെമ്പാട അല്ലെങ്കിൽ തവിട്ട് വെമ്പാല, അതേപോലെ തന്നെ വേറൊരു പേരാണ് ദിനേശവല്ലി. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതേ സമയം അത് നമുക്ക് ഹെയർ നന്നായിട്ട് ഡാർക്ക് ആക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നീലാമരി പൗഡറാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പൗഡർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് അയൺ ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയൺ ടാബ്ലറ്റ്സും ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ത്രിഫല പൗഡറാണ്, ത്രിഫല ചൂർണം. ഇത് നമുക്ക് അങ്ങാടിക്കട അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, തവിട്ട് വെമ്പാട ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നീലാമരി പൗഡറാണ്. അപ്പോൾ ഈ രണ്ടും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട്, നന്നായിട്ട് ബ്ലാക്ക് കളറാവണ പോലെ ചൂടാക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ കറുത്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു മിശ്രിതമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടരുത്, കാരണം നമ്മൾ ഏകദേശം നമ്മൾ ഡൈ ചെയ്യാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പൂണിൽ കണ്ടില്ലേ ഒരു കളറ്, അപ്പോൾ അതുപോലെ നമുക്ക് നല്ല ഡാർക്കായിട്ട് കളർ കിട്ടും. ഇത് നമ്മൾ വൈകിട്ട്, അതായത് നമ്മൾ രാത്രി ചെയ്ത് വെക്കണം എന്നിട്ട് ഒരു രാത്രി മുഴുവൻ അതിനങ്ങനെ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു മിക്സ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു കുഞ്ഞു ടീസ്പൂൺ ത്രിഫല പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഹെയർ നന്നായി ബ്ലാക്ക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ത്രിഫല പൗഡർ ആണെങ്കിലും, ത്രിഫല പൗഡർ നമുക്ക് ഹെയർ ബ്ലാക്ക് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഗ്രേ ഹെയർ കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മറ്റ് 2 പൗഡറും നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കാനായിട്ട്. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അയൺ ടാബ്ലറ്റ്സ് ഇടാണ്. അപ്പം നമ്മൾ ഈ 2 ടാബ്ലറ്റ്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പൊടിച്ചിട്ട് ഏതെങ്കിലും എണ്ണ, അതായത് ഒലീവ് ഓയിലോ ബദാം ഓയിലോ അല്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിലോ ഇതിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് അതായത് ഫ്രീ ആയിട്ട് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ ജസ്റ്റ് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുക. എന്നിട്ട് തലയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡൈ ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം ചെയ്യാം. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ വരെ നമ്മൾ ഇതിനെ ഉണങ്ങാനായിട്ട് വെക്കണം. അത്രയും സമയം നമ്മളിത് തലയിൽ വെച്ചാലാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെയും പറയണം, നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്കിത് റിസൾട്ട് കിട്ടില്ല. നമ്മൾ ആഴ്ചയിൽ 4 പ്രാവശ്യം ആദ്യം ചെയ്യണം. പിന്നെ അടുത്ത 2 ആഴ്ച നമ്മൾ 4 പ്രാവശ്യമായിട്ട് ചെയ്യണം. അതായത് ഒരാഴ്ച 4 പ്രാവശ്യം, അടുത്ത ആഴ്ച 4 പ്രാവശ്യം അങ്ങനെ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മുടെ ഹെയറിലൊന്നും ഇത് പിടിക്കുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാം ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കളർ പിടിക്കില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കയ്യിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ എല്ലാ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമുക്ക് ഹെയർ ബ്ലാക്ക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് അതിനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടേക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് കിട്ടും. നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മളിത് വെള്ളമൊഴിച്ച് തിളപ്പിക്കാനായിട്ട് ഈ ഒരു മിക്സ്.
അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കളർ ഞാൻ ചെയ്തിട്ടുണ്ട്. കൈമേ പിടിക്കുമോ നോക്കാം, കളർ പിടിക്കുമോ നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ തീരെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതായത് നമ്മളൊരു രാത്രി വെച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ അപ്ലൈ മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ വാഷ് ചെയ്തപ്പോൾ കൈമ കണ്ടോ കളർ, ബ്ലാക്ക് കളർ പിടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അത് കളർ പിടിക്കുന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിനി ഹെയറിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കുക ആവശ്യമുള്ളവർ. നമുക്ക് എല്ലാം നാച്ചുറലാണ്, നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ആയുർവേദ ഷോപ്പിൽ കിട്ടും. ഈ ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തവിട്ട് വെൺപാല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കളർ വെക്കാനായിട്ട് നമ്മുടെ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഹെയർ കളർ ചെയ്യാൻ ഉപയോഗിക്കാം, അതായത് കളർ കൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട്, നല്ല അത്യാവശ്യം ഒരു കറുത്ത കളർ വരെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാലോ, നമ്മുടെ ഈ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അയൺ ഗുളിക ചൂടാക്കിയിട്ട്, അതായത് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ പൊടിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഡൈ ആണിത്. നമ്മൾ സാധാരണ മറ്റുള്ള ഡൈകൾ എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ തേച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കളർ കിട്ടാനൊരു താല്പര്യമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കണ്ണിന് ചുറ്റും നന്നായിട്ട് കറുപ്പ് കളർ വരാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ചാൻസ് ഉണ്ട്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമുക്ക് ഈ കവളിന്റെ ഈ രണ്ട് സൈഡിൽ നമുക്ക് കരിമംഗലം പോലുള്ള കാര്യം നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഒരു നമുക്ക് അമോണിയ ഒക്കെ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കളർ കിട്ടുന്ന ഡൈകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും ജസ്റ്റ് നമ്മൾ ഇങ്ങനെയുള്ള ഡൈകൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു നിര വരുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയിട്ട് ഡൈ ചെയ്യരുത്, കാരണം കൂടാനുള്ള വളരെ അധികം ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയാം, ഡൈ ചെറുതായിട്ട് ഈ രണ്ട് സൈഡിലൊരു നിര കാണുമ്പോഴേക്കും നമ്മൾ ഡൈ ചെയ്തിട്ട് നമുക്ക് ഇരട്ടി നിരക്കുകയും ചെയ്യും. നമുക്ക് പിന്നെ ഡൈ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊരു നിര വരുമ്പോഴേക്കും നമ്മളത് നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെന്ന ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ നമുക്കത് മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക ഇട്ടിട്ടുള്ള നെല്ലിക്കയുടെ ആ ഒരു തലപ്പൊതിച്ചിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഉണക്ക നെല്ലിക്ക തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചെടുത്ത് തലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ വാഷ് ചെയ്യുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നാച്ചുറലായിട്ട് നിങ്ങളത് റിക്കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരിലൊക്കെ നമുക്ക് കാണുന്നതാണ്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കറുപ്പ് കളർ കിട്ടുന്നതാണ് ആഗ്രഹം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഡൈ ഇല്ലാണ്ട് നമുക്ക് പറ്റാത്ത അവസ്ഥയാവും. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഹെയറും വൈറ്റ് ആവും. കുറെ പേര് എനിക്കറിയാം അങ്ങനെ ആയിട്ടുള്ളവരെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് കളർ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദ നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റം തരില്ല. അത് 100% ഷുവറാണ്. അങ്ങനെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് കെമിക്കലായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ ഒരു 4 തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിട്ട് ഇരിക്കുക. പിന്നെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇത് തലേദിവസം തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം ചെയ്യണം ഏറ്റവും ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുമ്പുചട്ടിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ. അപ്പൊ നമുക്ക് ഈ തവിട്ട് വെമ്പാല എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് അതിന്റെ കളർ നന്നായിട്ട് ഇളകണമെങ്കിൽ എന്തായാലും ഒരു 4-5 മണിക്കൂറെങ്കിലും അതിങ്ങനെ ഇരിക്കണം കുറഞ്ഞത്. അപ്പൊ നമുക്ക് തലേദിവസം തന്നെ ചെയ്ത് വെക്കുക. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം ചെയ്യുക, 3 മണിക്കൂർ ഇരിക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പൊ അതാണ് നമ്മുടെ ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കടുക്ക അരച്ച് ചേർക്കാം. ഇപ്പൊ എനിക്ക് ഇൻഗ്രീഡിയന്റ് കടുക്കയ്ക്ക് ജസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് കിട്ടാൻ, അതായത് മേടിക്കാൻ പോകാൻ പറ്റേണ്ടത്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാൻ. കടുക്ക തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇടാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കടുക വെള്ളത്തിലിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പിടി കടുക്ക എടുത്തിട്ട് തിളപ്പിക്കുക. വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിന് ഏറ്റവും കുറവ് അളവാക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ട് അത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് തലയിൽ ഇതിൻ്റെ കൂടെ ഇടാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ആവണക്കെണ്ണ യൂസ് ചെയ്യാം. ആവണക്കെണ്ണ യൂസ് ചെയ്യുമ്പോൾ നേരിട്ട് ഒഴിക്കാതെ അയൺ ടാബ്ലറ്റ്സ് പൊടിച്ചിട്ട് ആവണക്കെണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നല്ലൊരു ബ്ലാക്ക് കളറാവും. അപ്പൊ ഞാൻ ജസ്റ്റ് കൈമ്പോൾ തന്നെ കാണിച്ചപ്പോൾ കൈ നന്നായിട്ട് ഡാർക്ക് ആവും. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ വെറുതെ നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈമ നന്നായിട്ടും തേച്ച് കൊടുത്തു. ഈ കൈ കൊണ്ടാണ് തേച്ചത്, ഈ കൈമയാണ് കേട്ടോ.
അപ്പോൾ കണ്ടോ കറുത്ത കളറുണ്ട്, കൈമ ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല. അത് വിചാരിച്ചിട്ട് ആരും ഇത് ചെയ്യാൻ നോക്കരുത് കേട്ടോ. കാരണം ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2 ആഴ്ച ചെയ്യണം, എങ്കിലാണ് നമ്മുടെ ഹെയറിൽ അതൊന്ന് പിടിക്കുള്ളൂ. പിന്നെയും പറയുന്നത് അതുകൊണ്ടാണ്. ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം ഇത് നാച്ചുറലാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ സ്പൂണിൻ്റെ സ്പൂണുമ്പോൾ തന്നെ നന്നായിട്ട് പിടിച്ചു കൊണ്ട് അതിൻ്റെ കളറ് ഒരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു റെഡ് കളറിൻ്റെ അല്ല, ഒരു ബ്രൗൺ പോലത്തെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.